വെൽക്കം ബാക്ക് ടു SR ഫോർമുല ഓഫ് എഡ്യൂക്കേഷൻ. 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 6th ചാപ്റ്റർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് മാപ്സ് ഭൂപടങ്ങളുടെ പൊരുൾ തേടി എന്ന ചാപ്റ്ററാണ് നാം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. At the beginning of this lesson, you can see such important accounts of sea voyages of some eminent travelers of different periods. So first of all, we are going to discuss about Christopher Columbus. ക്രിസ്റ്റഫർ കൊളംബസ് എന്ന സാഹസിക യാത്രികൻ്റെ സമുദ്ര യാത്രയെക്കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള ഈ ഒരു ബോക്സ്. ക്രിസ്റ്റഫർ കൊളംബസ് വാസ് ബോൺ ഇൻ ദി റിപ്പബ്ലിക് ഓഫ് ജനോവ, പ്രസൻ്റ്ലി നോർത്ത് വെസ്റ്റേൺ ഇറ്റലി, ഇൻ ദി 15th century. 15ാം നൂറ്റാണ്ടിൽ റിപ്പബ്ലിക് ഓഫ് ജനോവ, അതായത് ഇന്നത്തെ വടക്ക് പടിഞ്ഞാറൻ ഇറ്റലിയിൽ ജനിച്ചു. ക്രിസ്റ്റഫർ കൊളംബസ് ജനിച്ചത് എവിടെയാണ്? റിപ്പബ്ലിക് ഓഫ് ജനോവ, ഇന്നത്തെ നോർത്ത് വെസ്റ്റ് ഇറ്റലിയിലാണ്. 15ാം സെഞ്ചുറിയിലാണ് അല്ലെങ്കിൽ 15th centuryയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഹി വാസ് എ വെൽ നോൺ സെയിലർ ആൻഡ് എക്സ്പ്ലോറർ. അദ്ദേഹം അറിയപ്പെട്ട ഒരു നാവികനും പര്യവേഷകനുമായിരുന്നു. He came to know about the natural resources of India and started his first voyage in search of India through the Atlantic Ocean in 1492 AD. പ്രകൃതി വിഭവങ്ങളാൽ സമൃദ്ധമായ ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം കേട്ടറിയുകയും അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഇന്ത്യയെ തേടിയുള്ള അദ്ദേഹത്തിൻ്റെ കപ്പൽ യാത്ര AD 1492 അദ്ദേഹം നടത്തി. In order to know the routes, Columbus and his team traveled with a large leather-wrapped globe on which places were marked. ഈ യാത്രയിൽ വഴി അറിയുന്നതിനായി വലിയൊരു ഗ്ലോബ്, തുകൽ കൊണ്ട് പൊതിഞ്ഞുണ്ടാക്കിയ വലിയൊരു ഗ്ലോബ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. അതിൽ സ്ഥലങ്ങൾ രേഖപ്പെടുത്തിയിട്ടാണ് കൊളംബസും അദ്ദേഹത്തിൻ്റെ ടീമും ട്രാവൽ ചെയ്തിരുന്നത്. They also used another such sphere to mark the location of stars. നക്ഷത്രങ്ങളുടെ സ്ഥാനം അടയാളപ്പെടുത്തുന്നതിനായി ഇത്തരത്തിൽ മറ്റൊരു സ്ഫിയർ കൂടി അവർ ഉപയോഗിച്ചിരുന്നു. ബട്ട് കൊളംബസ് ലോസ്റ്റ് ഹിസ് റൂട്ട് ആൻഡ് റീച്ച്ഡ് സം ഐലൻഡ്സ് നിയർ ദി നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റ്സ്. എന്നാൽ കൊളംബസിന് അദ്ദേഹത്തിൻ്റെ യാത്ര വഴിതെറ്റി ഇന്നത്തെ വടക്കേ അമേരിക്കൻ വൻകരയ്ക്ക് സമീപത്തുള്ള ചില ഐലൻഡുകളിലാണ് അല്ലെങ്കിൽ ദ്വീപുകളിലാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. ദിസ് വാസ് ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് ആക്യുറേറ്റ് മാപ്സ് ആൻഡ് അതർ നാവിഗേഷണൽ എയ്ഡ്സ്. വഴി കിട്ടാൻ കൃത്യമായ ഭൂപടങ്ങളോ മറ്റു സംവിധാനങ്ങളോ ഇല്ലാത്തത് തന്നെയായിരുന്നു ഇങ്ങനെ വഴി തെറ്റിപ്പോവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. Next important explorer is the Ferdinand Magellan. Ferdinand Magellan was born in the 16th century in northern Portugal in Europe. Magellan 16th centuryയിൽ യൂറോപ്പിലെ വടക്കൻ പോർച്ചുഗലിലാണ് അദ്ദേഹം ജനിച്ചത്. With an unquenchable quest to travel around the world, the Portuguese explorer Magellan and his team started their voyage from Europe in September 1519. ലോകം ചുറ്റി സഞ്ചരിക്കുക എന്ന അടങ്ങാത്ത മോഹത്താൽ 1519 സെപ്റ്റംബർ മാസത്തിൽ യൂറോപ്പിൽ നിന്ന് പോർച്ചുഗീസ് എക്സ്പ്ലോററായ മെഗല്ലനും അദ്ദേഹത്തിൻ്റെ ടീമും കപ്പൽ യാത്ര ആരംഭിച്ചു. എന്നാണ് 1519 സെപ്റ്റംബർ മാസത്തിലാണ് മെഗല്ലൻ അദ്ദേഹത്തിൻ്റെ സീ വോയാജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Their aim was to travel through the Atlantic Ocean and the Pacific Ocean and to return to Europe. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് പസഫിക് സമുദ്രം പിന്നിട്ട് യൂറോപ്പിൽ തന്നെ തിരിച്ചെത്തുക എന്നതായിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയും പസഫിക് സമുദ്രത്തിലൂടെയും സഞ്ചരിക്കുക, ശേഷം യൂറോപ്പിൽ തിരിച്ചെത്തുക എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. They used maps prepared in the 16th century to know the exact location of continents. അവരുടെ യാത്രയിൽ 16ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഭൂപടങ്ങൾ അവർ ഉപയോഗിക്കുകയുണ്ടായി. എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചത്?
കോണ്ടിനെൻസിൻ്റെ അല്ലെങ്കിൽ വൻകരകളുടെ ഒരു ലൊക്കേഷൻ അറിയുന്നതിനായിട്ട് 16th സെഞ്ച്വറിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഭൂപടങ്ങൾ അവർ യാത്രയിൽ ഉപയോഗിച്ചിരുന്നു. When the journey prolonged for years, discontent arose among them. അവരുടെ യാത്ര വർഷങ്ങളോളം പിന്നിട്ടപ്പോൾ അവർക്കിടയിൽ കലഹങ്ങളൊക്കെ വളർന്നു വരാൻ തുടങ്ങി. When they reached the Philippines Islands in the Pacific Ocean, they had a war with the inhabitants of Mactan Island and Magellan was killed in the war. അവർ പസഫിക് സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഫിലിപ്പൈൻസ് ദ്വീപ സമൂഹം, അതായത് ഫിലിപ്പൈൻസ് ഐലാൻഡിൽ ഇവർ ഇറങ്ങി. ആ സമയത്ത് അവിടുത്തെ ദ്വീപ നിവാസികളുണ്ട്, ഇൻഹാബിറ്റൻസ് ഉണ്ട്. ആ ഇൻഹാബിറ്റൻസ് ആണ് മാക്ടാൻ ഇൻഹാബിറ്റൻസ്. ഇവരും മെഗല്ലൻ്റെ ടീമും തമ്മിലൊരു യുദ്ധമുണ്ടാകുന്നു. ഈ യുദ്ധത്തിൽ മെഗല്ലൻ കൊല്ലപ്പെട്ടു. ദോസ് ഹു സർവൈവഡ് റിട്ടേൺ ടു യൂറോപ്പ് ഇൻ സെപ്റ്റംബർ 1522. ഈ യുദ്ധത്തിൽ മെഗല്ലൻ കൊല്ലപ്പെട്ടു. എന്നാൽ ആരൊക്കെയാണോ അതിജീവിച്ചവർ അവർ 1522 സെപ്റ്റംബർ മാസത്തിൽ യൂറോപ്പിലോട്ട് തന്നെ തിരിച്ചെത്തുകയും ചെയ്തു. In an age when there were no detailed maps or other facilities to know the exact route, it took 3 years for them to travel around the world. വിശദമായ ഭൂപടങ്ങളോ വഴി അറിയുവാനുള്ള മറ്റു സൗകര്യങ്ങളോ ഇല്ലാത്ത ആ ഒരു കാലത്ത് ഇവർക്ക് ഈ ഒരു വേൾഡിനെ റൗണ്ട് ചുറ്റാൻ വേണ്ടിയിട്ട്, ലോകം ചുറ്റാൻ വേണ്ടിയിട്ട് ഏകദേശം 3 വർഷത്തോളം എടുത്തു അല്ലേ. 1519 സെപ്റ്റംബർ മാസത്തിലാണ് അവർ യാത്ര ചെയ്തത്. അതിൽ മെഗല്ലൻ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ബാക്കി ടീം മെമ്പേഴ്സ് യൂറോപ്പിൽ തന്നെ തിരിച്ചെത്തുന്നത് സെപ്റ്റംബർ മാസം 1522. ഓക്കെ, സോ ദേ ടുക്ക് 3 years to round the world. The next explorer, Lieutenant Commander Abhilash Tomy. The Indian sailor Abhilash Tomy was born at Trippanithura in the Ernakulam district of Kerala. ഇന്ത്യൻ നാവികനായിട്ടുള്ള അഭിലാഷ് ടോമി കേരളത്തിലെ എറണാകുളം ജില്ലയിലെ തൃപ്പണിത്തുറയിലാണ് ജനിച്ചത്. He set out on a sea voyage around the world from Mumbai in November 2012. 2012 നവംബർ മാസത്തിൽ സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിക്കുവാൻ മുംബൈ തുറമുഖത്തിൽ നിന്ന് അദ്ദേഹം യാത്ര തിരിച്ചു. Overcoming many challenges en route, he traveled around the world and returned to the shore of Mumbai on 31st March 2013. യാത്രയുടെ സമയത്ത് സമുദ്രത്തിലെ പലവിധ തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് അദ്ദേഹം ലോകം ചുറ്റുകയും 2013 മാർച്ച് 31 മുംബൈയിൽ, അതായത് മുംബൈ തുറമുഖത്തിൽ തന്നെ അദ്ദേഹം തിരിച്ചെത്തുകയും ചെയ്തു. It was with the help of the accurate maps and other modern instruments that he could complete his journey around the world in about 150 days without losing his way. കൃത്യമായ ഭൂപടങ്ങളുടെയും ആധുനിക ഉപകരണങ്ങളുടെയും മോഡേൺ ടെക്നോളജിയുടെയും ഒക്കെ സഹായം കൊണ്ടാണ് വഴി തെറ്റാതെ ഏകദേശം 150 ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റി വരാൻ അഭിലാഷ് ടോമിക്ക് കഴിഞ്ഞിട്ടുള്ളത്. It is astonishing to note that Columbus and Magellan made prolonged voyages when there were no maps or other sophisticated equipments to help them in navigation. ഇന്നത്തേതുപോലെ ഭൂപടങ്ങളോ മോഡേൺ ടെക്നോളജീസോ ഇല്ലാതിരുന്ന കാലത്ത് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടിയുള്ള കൊളംബസിൻ്റെയും മെഗല്ലൻ്റെയും വർഷങ്ങൾ നീണ്ട കപ്പൽ യാത്രകൾ നമ്മെ എല്ലാവരെയും അമ്പരിപ്പിക്കുന്നതാണ്, അത്ഭുതം ഉളവാക്കുന്നതാണ് അല്ലേ. It should be clear to you that with the help of accurate and detailed maps and modern technology, one can travel around the world without losing the way. അഭിലാഷ് ടോമിയുടെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായൊരു കാര്യമാണ്, ലോകത്തെക്കുറിച്ച്, നമ്മുടെ വേൾഡിനെ കുറിച്ച് ഉള്ള വിശദമായ വിവരങ്ങൾ നൽകുന്ന ഭൂപടങ്ങളുടെയും, അതായത് ആക്യുറേറ്റ് മാപ്സിൻ്റെയും
അതുപോലെ മോഡേൺ ടെക്നോളജികളുടെയും സഹായത്താൽ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ വഴിയൊന്നും തെറ്റാതെ ലോകം ചുറ്റി നമുക്ക് തിരിച്ചെത്താൻ കഴിയും അല്ലേ? There are such important questions for you. First one, when did Columbus started his first voyage in search of India? ഇന്ത്യയെ കണ്ടെത്താൻ വേണ്ടി കൊളംബസ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കപ്പൽ യാത്ര സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്? ആൻസർ AD 1492, AD 1492. Second question, when did Magellan started his voyage to travel around the world? ലോകം ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടി മെഗല്ലൻ അദ്ദേഹത്തിൻ്റെ കപ്പൽ യാത്ര സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്? ആൻസർ AD 1519. Third question, when did Abhilash Tomy started his sea voyage around the world? എന്നാണ് അഭിലാഷ് ടോമി കടൽ മാർഗം ലോകം ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സീ വോയാജ് സ്റ്റാർട്ട് ചെയ്തത്? വർഷം 2012. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ടൈം ഡിഡ് അഭിലാഷ് ടോമി ടുക്ക് ടു ട്രാവൽ അറൗണ്ട് ദ വേൾഡ്? ലോകം ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടി അഭിലാഷ് ടോമി എത്ര സമയം എടുത്തിട്ടുണ്ട്? എത്ര സമയമാണ്? അബൌട്ട് 150 days, ഏകദേശം 150 ദിവസങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് അഭിലാഷ് ടോമി ടു കംപ്ലീറ്റ് ഹിസ് വൊയാജ്? അദ്ദേഹത്തിൻ്റെ അഭിലാഷ് ടോമിയുടെ കപ്പൽ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ 150 ദിവസങ്ങൾക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് ഏതെല്ലാമാണ്? ആൻസർ ആക്യുറേറ്റ് മാപ്പ്, നല്ല വ്യക്തമായ വിശദ വിവരങ്ങളുള്ള മാപ്സ്, അതുപോലെ മോഡേൺ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ മോഡേൺ ടെക്നോളജി. ഓക്കെ, അഭിലാഷ് ടോമിയെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള 2 ഫാക്ടേഴ്സാണ് വ്യക്തമായ ഭൂപടങ്ങളും ആധുനിക ടൂൾസ്. The last question is, compare the voyages of Columbus, Magellan and Abhilash Tomy. അഭിലാഷ് ടോമിയുടെയും മെഗല്ലൻ്റെയും കൊളംബസിൻ്റെയും കപ്പൽ യാത്രകളെ ഒന്ന് താരതമ്യപ്പെടുത്താനാണ് ക്വസ്റ്റ്യൻ. സോ അവർ ആൻസർ, ദ ഫസ്റ്റ് പോയിന്റ്, ദ ജേർണീസ് ഓഫ് ബോത്ത് കൊളംബസ് ആൻഡ് മെഗല്ലൻ വെർ പ്രൊലോങ്ഡ്. മെഗല്ലൻ്റെയും കൊളംബസിൻ്റെയും യാത്രകൾ കൂടുതൽ വർഷങ്ങളോളം അല്ലെങ്കിൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്നവയായിരുന്നു. കാരണം there were no maps and other sophisticated equipments to help them in voyage. അവരുടെ യാത്രയിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ തരത്തിലുള്ള എന്തെങ്കിലും മോഡേൺ ടെക്നോളജീസോ അല്ലെങ്കിൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടൂൾസോ ഇൻസ്ട്രുമെൻറ്റ്സോ അതുപോലെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാപ്സോ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. The second point, but the journey of Abhilash Tomy was shortened because he was used more accurate maps and modern technology in navigation. എന്നാൽ അഭിലാഷ് ടോമിയുടെ യാത്ര എന്ന് പറയുന്നത് വളരെ ഷോർട്ടൻഡ് ആയിട്ടുള്ള കുറച്ച് കാലം മാത്രം നീണ്ടു നിന്നവയായിരുന്നു. അദ്ദേഹത്തിൻ്റെ യാത്ര പെട്ടെന്ന് നമ്മൾ ഈ വേൾഡിനെ ചുറ്റി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. മോഡേൺ ടെക്നോളജിയും അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ നെക്സ്റ്റ് ടോപ്പിക്, ഇമ്പോർട്ടൻസ് ഓഫ് മാപ്സ്, ഭൂപടങ്ങളുടെ പ്രാധാന്യം. മാപ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ഫോർ ജോഗ്രഫേഴ്സിൻ്റെ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രജ്ഞരുടെ പ്രധാന ഉപകരണമാണ് ഭൂപടം. യു ക്യാൻ ഇല്ലുസ്ട്രേറ്റ് യുവർ ക്ലാസ് റൂം, സ്കൂൾ ആൻഡ് ഇറ്റ്സ് പ്രിമൈസസ് ആൻഡ് യുവർ ലൊക്കാലിറ്റി ഓൺ എ പേപ്പർ. സിമിലർലി, എനി പ്ലേസ് ഓൺ ദി എർത്ത് ക്യാൻ ബി ഇല്ലുസ്ട്രേറ്റ് ഓൺ എ പേപ്പർ. നമുക്ക് നമ്മുടെ ക്ലാസ് മുറി അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ സറൗണ്ടിങ്സ്, നമ്മൾ താമസിക്കുന്ന നമ്മുടെ ലൊക്കാലിറ്റി, ഇവയെല്ലാം നമുക്ക് ഒരു കടലാസിൽ തന്നെ നമുക്ക് ചിത്രീകരിക്കാൻ പറ്റും. ഇതുപോലെ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലെ എല്ലാ പ്രദേശങ്ങളെയും ചിത്രീകരിക്കുന്നതാണ് നമ്മുടെ മാപ്പ് അല്ലേ? സോ ട്രൂ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് എർത്ത് സർഫേസ് ഓൺ എ 2-dimensional പ്ലെയിൻ ഈസ് കോൾഡ് എ മാപ്പ്. ഭൂപടം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സിനെയും എല്ലാ സവിശേഷതകളെയും ഒരു പേപ്പറിലോട്ട് അല്ലെങ്കിൽ ഒരു 2-dimensional പ്ലെയിനിലോട്ട് ചിത്രീകരിക്കുന്നതിനെയാണ് നമ്മൾ മാപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് മാപ്സ് വേർ ഇൻ യൂസ് ഫോർ സെഞ്ച്വറീസ്. നമ്മുടെ ഭൂപടങ്ങൾ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഉപയോഗിച്ചിരുന്നതായിട്ട്
കരുതപ്പെടുന്നു. ബട്ട് ദേ വർ നോട്ട് ആസ് ആക്യുറേറ്റ് ആസ് മോഡേൺ മാപ്സ്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂപടങ്ങൾ ഉപയോഗിച്ചിരുന്നുവെങ്കിലും ആ മാപ്പുകളൊന്നും തന്നെ ആക്യുറേറ്റ് ആയിട്ടുള്ള മാപ്പുകളോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വ്യക്തമായ വിവരങ്ങൾ നൽകുന്ന മാപ്പുകളായിരുന്നില്ല. Maps showing the detailed information about the Earth's features have become inevitable in the modern world. ഭൂമിയുടെ വിശദമായ വിവരങ്ങൾ ലഭ്യമാക്കുന്ന ഭൂപടങ്ങൾ ആധുനിക ലോകത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഒരു ടൂളായിട്ട് മാറിയിരിക്കുന്നു. ടുഡേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്സ് ആർ യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്സ്. ഇന്ന് ഡിഫറെൻ്റ് ടൈപ്പിലുള്ള ഭൂപടങ്ങൾ വ്യത്യസ്ത ഫീൽഡുകളിലായിട്ട് ഡിഫറെൻ്റ് മേഖലകളിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഹിയർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ യു. വാട്ട് ഈസ് എ മാപ്പ്? ഭൂപടം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് എർത്ത് സർഫേസ് ഓൺ എ 2-dimensional പ്ലെയിൻ ഈസ് കോൾഡ് എ മാപ്പ്. ഭൂമിയുടെ ഉപരിതലത്തിലെ എല്ലാ സവിശേഷതകളെയും ഒരു 2-dimensional പ്ലെയിനിലോട്ട് അല്ലെങ്കിൽ ഒരു പേപ്പറിലോട്ട് ചിത്രീകരിക്കുന്നതിനെയാണ് നമ്മൾ ഭൂപടം അല്ലെങ്കിൽ മാപ്പ് എന്ന് വിളിക്കുന്നത്. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ ഫീൽഡ്സ് വേർ മാപ്സ് ആർ യൂസ്ഡ്? ഏതെല്ലാം മേഖലകളിലാണ് ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഏതൊക്കെ മേഖലകളിൽ നമ്മൾ മാപ്പ് അല്ലെങ്കിൽ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്? ലേണിംഗ് ജോഗ്രഫി, ഭൂമിശാസ്ത്ര പഠന മേഖലയിൽ നമ്മൾ മാപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഡിഫെൻസ്, പ്രതിരോധ മേഖലയിൽ നമ്മുടെ മിലിറ്ററി പർപ്പസിനും പോലീസ് മാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മാപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ടൂറിസം, വിനോദസഞ്ചാര മേഖലയിലും മാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അഡ്മിനിസ്ട്രേഷൻ, നമ്മുടെ ഭരണനിർവഹണ മേഖലയിലും മാപ്പ് യൂസ് ചെയ്യുന്നു. ട്രാൻസ്പോർട്ട്, ഗതാഗത മേഖലയിലും മാപ്പ് യൂസ് ചെയ്യുന്നു. നാവിഗേഷനും ഗതാഗത മേഖലയാണ്. സമുദ്രവുമായി ബന്ധപ്പെട്ട സാഹസികവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മാപ്പ് യൂസ് ചെയ്യുന്നു. അഗ്രികൾച്ചർ, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ മാപ്പ് യൂസ് ചെയ്യുന്നു. ഇൻഡസ്ട്രിയൽ, വ്യാവസായിക മേഖലയിലും നമ്മൾ മാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, so we are using maps in different fields such as learning geography, defense, tourism, administration, transport, navigation, agriculture and industrial field. Next, let us examine who else other than students and teachers use maps. വിദ്യാർത്ഥികൾക്കും അധ്യാപകരും അല്ലാതെ വേറെ ആരൊക്കെയാണ് ഭൂപടങ്ങൾ അവരുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ദ മാപ്സ് ആർ യൂസ്ഡ് ബൈ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, ദെൻ ടൂറിസ്റ്റ്, വിനോദസഞ്ചാരികൾ ഉപയോഗിക്കുന്നു. ജോഗ്രഫേഴ്സ്, ഭൂമിശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്നു. ബിസിനസ്മാൻ, വലിയ കച്ചവടക്കാരും ഉപയോഗിക്കുന്നുണ്ട്. പൈലറ്റ്, അതുപോലെ സോൾജിയേഴ്സ്, പട്ടാളക്കാർ, പോലീസ്മാൻ, ദെൻ ഹിസ്റ്റോറിയൻസ്, ചരിത്രകാരന്മാരും മാപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയലിസ്റ്റ്, വ്യവസായികൾ മാപ്പ് ഉപയോഗിക്കുന്നുണ്ട്. റിസർച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ശാസ്ത്രപരമായിട്ട് ഗവേഷണങ്ങൾ നടത്തുന്നവരും മാപ്പ് ഉപയോഗിക്കുന്നുണ്ട്. നാവിഗേറ്റേഴ്സ്, സാഹസിക യാത്രികരും നാവികരൊക്കെ മാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ക്യാപ്റ്റൻസ് ഓഫ് ഷിപ്പ്, കപ്പിത്താന്മാരും മാപ്പ് യൂസ് ചെയ്യുന്നു. കാർട്ടോഗ്രാഫർ, മാപ്പ് നിർമ്മിക്കുന്നവരാണ് കാർട്ടോഗ്രാഫേഴ്സും മാപ്പ് അവരുടെ നിത്യജീവിതത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. So maps are used by students, teachers, tourists, geographers, businessmen, pilots, soldiers, policemen, historians, industrialists, researchers, navigators, captains of ships and cartographers. Here is an important question for you. Do they use the same map for different purposes? നമ്മൾ ഒരുപാട് പേര് മാപ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പഠിച്ചു അല്ലേ? സോ ഇവരെല്ലാം പല ആവശ്യങ്ങൾക്കായി സെയിം മാപ്പ് തന്നെയാണോ ഉപയോഗിക്കുന്നത്? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ ഹിയർ. പല ആവശ്യങ്ങൾക്കും വേണ്ടി നമുക്ക് ഒരു മാപ്പ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുമോ? സെയിം മാപ്പ് പല ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ആൻസർ നോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്സ് ആർ പ്രിപ്പയർഡ് ഫോർ വേരിയസ് പർപ്പസസ്. നമ്മൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി വ്യത്യസ്ത ഭൂപടങ്ങളാണ് പ്രിപ്പയർ ചെയ്യുന്നത്. Our next topic, history of maps.
ഭൂപടങ്ങളുടെ ചരിത്രം. Maps of 15th and 16th centuries were not accurate, and hence the journeys of Columbus and Magellan were long and they lost their way as well. 15th സെഞ്ചുറിയിലും 16th സെഞ്ചുറിയിലും നിലവിലുണ്ടായിരുന്ന ഭൂപടങ്ങൾ കൃത്യമായിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള സ്ഥാന നിർണയമോ അല്ലെങ്കിൽ ഡയറക്ഷൻസോ ഒന്നും നമുക്ക് നൽകുന്നില്ല. ആ ഒരു പ്രോബ്ലം കൊണ്ടാണ് കൊളംബസിൻ്റെയും മെഗല്ലൻ്റെയും ഒക്കെ സമുദ്രയാത്രകൾ വഴിതെറ്റിപ്പോകുവാനും കൂടുതൽ പ്രോലോങ്ഡായിട്ട്, അതായത് ദീർഘകാലം മായി മാറാനും ഒരുപാട് വർഷക്കാലം അവർക്ക് യാത്ര ചെയ്യേണ്ടി വന്നതൊക്കെ ഈ കാരണങ്ങൾ കൊണ്ടാണ്. ആൻഡ് ദർ ആർ സച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. were maps prepared prior to this period? ഈ കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഭൂപടങ്ങൾ നിർമ്മിച്ചിരുന്നോ? ഉണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മാപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, were maps of those days as accurate and clear as the present day maps? ഇന്നത്തെ ഭൂപടങ്ങളെപ്പോലെ വ്യക്തവും കൃത്യവുമായിരുന്നോ അന്നത്തെ ആദ്യകാല ഭൂപടങ്ങൾ? ആയിരുന്നോ? അല്ല അല്ലേ. നമ്മൾ 15th and 16th സെഞ്ചുറിയിലെ ഭൂപടങ്ങൾ തന്നെ ആക്യുറേറ്റ് അല്ല, കൃത്യമായ വിവരങ്ങൾ നൽകുന്നില്ല. അപ്പം അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഭൂപടങ്ങൾ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ഒരിക്കലും നൽകില്ല. ഓക്കെ. In your textbook, you can see the changes of maps during different periods are shown in figure 1 to 6. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 6 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ചിത്രങ്ങളും മാപ്പുകളുടെ വിവിധ കാലഘട്ടങ്ങളിലായി മാപ്പുകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ആ ഓരോ ചിത്രങ്ങളും. ഓക്കെ. സോ ഫസ്റ്റത്തെ പിക്കാണ് മെസപ്പൊട്ടോമിയൻ മാപ്സ്. മെസപ്പൊട്ടോമിയൻ ഭൂപടമാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും പഴയ ഭൂപടം. അതിൽ രണ്ടാമത്തെ സ്റ്റേജാണ് മാപ്സ് പ്രിപ്പയർഡ് ബൈ അനാക്സിമാൻഡർ. അനാക്സിമാൻഡർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള വേൾഡ് മാപ്പ്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് the history of maps are as old as human civilization. മനുഷ്യൻ്റെ സംസ്കാരത്തോളം പഴക്കമുള്ളതാണ് ഭൂപടങ്ങളുടെ ചരിത്രം എന്ന് കരുതപ്പെടുന്നു. The Mesopotamian plates prepared on baked clay plate about 5000 years ago are considered the oldest map. 5000 വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് മെസപ്പൊട്ടോമിയൻ നാഗരികതയിൽ കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലകങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയ ഭൂപടങ്ങളിൽ ഏറ്റവും പഴക്കമേറിയ ഭൂപടം. സോ ഏറ്റവും പഴക്കമേറിയ ഭൂപടം, ഓൾഡസ്റ്റ് മാപ്പ് എന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയൻ മാപ്സുകളാണ്. ഓൺ ദീസ് പ്ലേറ്റ്സ് there were specific lines and symbols that helped to depict the peculiarities of even small places. ഈ ക്ലേ പ്ലേറ്റുകളിൽ ചില വരകളും ചിഹ്നങ്ങളുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ വരകളും ചിഹ്നങ്ങളുമൊക്കെ ഏറ്റവും വളരെ ചെറിയ പ്രദേശങ്ങളുടെ ഫീച്ചേഴ്സ് പോലും ഡെപ്പിക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നവയായിരുന്നു. സോ സെക്കൻഡാണ് അനാക്സിമാൻഡർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള വേൾഡ് മാപ്പ്. Maps were prepared on leather and bronze plates during the period of Greek philosopher Anaximander, who is believed to have prepared the first map. ആദ്യ ഭൂപടം വരച്ചതായി കരുതപ്പെടുന്നത് ഗ്രീക്ക് തത്വചിന്തകനായിട്ടുള്ള ഗ്രീക്ക് ഫിലോസഫറായിട്ടുള്ള അനാക്സിമാൻഡറാണ്. അനാക്സിമാൻഡറുടെ കാലഘട്ടത്തിൽ ആ ഭൂപടങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്നത് തുകലിലും അല്ലെങ്കിൽ ലെതറിലും അതുപോലെ ബ്രോൺസ് ഫലകങ്ങളിലുമായിട്ടാണ്. ഓക്കെ. സോ അനാക്സിമാൻഡർ മാപ്പ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ബ്രോൺസ് പ്ലേറ്റിലും അതുപോലെ ലെതറിലുമാണ്. ആൻഡ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് യു ക്യാൻ സീ എ സ്മോൾ ബോക്സ് വിത്ത് എ ടൈറ്റിൽ ദ ഫസ്റ്റ് മാപ്പ്. ആദ്യ ഭൂപടം എന്ന പേരിൽ ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദ ഫസ്റ്റ് മാപ്പ് വാസ് പ്രിപ്പയർഡ് ബൈ ദ ഗ്രീക്ക് ഫിലോസഫർ അനാക്സിമാൻഡർ. ഗ്രീക്ക് ഫിലോസഫറായിരുന്ന അനാക്സിമാൻഡറാണ് ആദ്യത്തെ ഭൂപടം വരച്ചതെന്ന് കരുതപ്പെടുന്നു. ഹി വാസ് ബോൺ ഇൻ മിലിറ്റസ് ഓഫ് ഏഷ്യ മൈനർ ഇൻ 610 BC. BC 610 ഏഷ്യ മൈനറിലെ മിലറ്റസിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഓക്കെ. സോ അനാക്സിമാൻഡർ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഹു മെയ്ഡ് മാപ്പ് ഇൻ ദി വേൾഡ്.
ദെൻ തേർഡ് സ്റ്റേജ് ഓഫ് ദി ഹിസ്റ്ററി ഓഫ് മാപ്പ്, ഭൂപടങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ സ്റ്റേജാണ് വേൾഡ് മാപ്പ് പ്രിപ്പയർഡ് ബൈ ഹിപ്പാർക്കസ്. ഹിപ്പാർക്കസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള വേൾഡ് മാപ്പും നാലാമത്തെ സ്റ്റേജാണ് വേൾഡ് മാപ്പ് പ്രിപ്പയർഡ് ബൈ ടോളമി. ടോളമി പ്രിപ്പയർ ചെയ്തിട്ടുള്ള വേൾഡ് മാപ്പും. ഫസ്റ്റ് സ്റ്റേജ് മെസപ്പൊട്ടോമിയൻ പ്ലേറ്റ്സ് ആണ്, സെക്കൻഡ് അനാക്സിമാൻഡറിൻ്റെ മാപ്പാണ്, തേർഡ് ഹിപ്പാർക്കസിൻ്റെ മാപ്പ്, ഫോർത്ത് ടോളമി പ്രിപ്പയർ ചെയ്ത മാപ്പ്. The inventions of the Greek mathematician Eratosthenes and the contributions of astronomers like Hipparchus and Ptolemy helped more in preparing maps. ഗ്രീക്ക് മാത്തമാറ്റീഷ്യനായിട്ടുള്ള ഇറാത്തോസ്തനീസിൻ്റെ കണ്ടുപിടുത്തങ്ങളും ഹിപ്പാർക്കസ്, ടോളമി എന്നീ ആസ്ട്രോണമേഴ്സിൻ്റെ സംഭാവനകളും ഭൂപട നിർമ്മാണത്തിന് കൂടുതൽ സഹായകമായിട്ടുണ്ട്. ഓക്കെ, ടോളമിയുടെയും ഹിപ്പാർക്കസിൻ്റെയും മാപ്സ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും. ഹിസ്റ്ററി ഓഫ് മാപ്പിൻ്റെ ഫിഫ്ത്ത് സ്റ്റേജാണ് വേൾഡ് മാപ്പ് പ്രിപ്പയർഡ് ബൈ മെർക്കാറ്റർ. ഭൂപടങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട അഞ്ചാമത്തെ സ്റ്റേജാണ് മെർക്കാറ്റർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മാപ്പ്. ദെൻ ആറാമത്തെ സ്റ്റേജാണ് വേൾഡ് മാപ്പ് പ്രിപ്പയർഡ് ബൈ ഓട്ടേലിയസ്. ഓട്ടേലിയസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഭൂപടം. മെർക്കാറ്റർ, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി. ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി എന്നറിയപ്പെടുന്നത് മെർക്കാറ്ററാണ്. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്ററാണ്. And Abraham Ortelius, who prepared an atlas by combining many maps, gave new insight into the making of modern maps. അതുപോലെ വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയിട്ടുള്ള വ്യക്തിയാണ് എബ്രഹാം ഓർട്ടേലിയസ്. ഓക്കെ, സോ ആധുനിക ഭൂപടശാസ്ത്രത്തിൻ്റെ പിതാവ് മെർക്കാറ്ററും ആദ്യമായിട്ട് ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് നിർമ്മിച്ചിട്ടുള്ളത് എബ്രഹാം ഓർട്ടേലിയസുമാണ്. The history of maps started with clay plates. ഭൂപടങ്ങളുടെ ചരിത്രം കളിമൺ ഫലകങ്ങളിൽ നിന്നും തുടങ്ങി. With the advancement of technology, it has now reached the level of computer aided maps. ഇന്ന് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ഭൂപടങ്ങൾ വരെ നമ്മൾ എത്തി നിൽക്കുന്നു. In this fast developing world, maps have also changed with the times. With the help of computers, map making has reached a stage where exact location details about a place and the three-dimensional views are possible on a mouse click. വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു ലോകത്ത് ഭൂപടങ്ങളും അതിനനുസരിച്ച് മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. കമ്പ്യൂട്ടറുകളുടെയും മറ്റു സഹായത്തോടു കൂടിയിട്ട് ഓരോ പ്രദേശത്തിൻ്റെയും കൃത്യമായ സ്ഥാനം, അതുപോലെ അതിൻ്റെ 3 ഡയമെൻഷനലായിട്ടുള്ള വ്യൂ, ഇതെല്ലാം നമുക്ക് ഒറ്റ മൗസ് ക്ലിക്കിൽ എല്ലാം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഓക്കെ, the next one in your textbook you can see a small box with a title cartography. ഭൂപടശാസ്ത്രം, കാർട്ടോഗ്രഫി എന്ന പേരിൽ നിങ്ങൾക്ക് ഒരു ടൈറ്റിലിൽ ഒരു ബോക്സ് അവിടെ കാണാൻ പറ്റും. ഓക്കെ, the term cartography was derived from the French words carte and graphic. കാർട്ടെ ആൻഡ് ഗ്രാഫിക് എന്നീ 2 ഫ്രഞ്ച് പദങ്ങളിൽ നിന്നാണ് കാർട്ടോഗ്രഫി എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. കാർട്ടെ മീൻസ് മാപ്പ് ആൻഡ് ഗ്രാഫിക് മീൻസ് ഡ്രോയിങ്. കാർട്ടെ എന്ന പദത്തിൻ്റെ അർത്ഥം മാപ്പ്, ഭൂപടമെന്നും ഗ്രാഫിക് എന്ന പദത്തിൻ്റെ അർത്ഥം ഡ്രോയിങ്, വരയ്ക്കുക എന്നുമാണ്. കാർട്ടോഗ്രഫി ഈസ് ദ സയൻസ് ഓഫ് മാപ്പ് മേക്കിംഗ്. ഭൂപടശാസ്ത്രം എന്ന് പറയുന്നത് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയെയാണ് നമ്മൾ കാർട്ടോഗ്രഫി എന്ന് വിളിക്കുന്നത്. വൺ ഹു പ്രിപ്പയേഴ്സ് മാപ്സ് ഈസ് നോൺ ആസ് കാർട്ടോഗ്രാഫർ. ആരാണോ മാപ്പുകൾ തയ്യാറാക്കുന്നത് ആ ആളിനെ വിളിക്കുന്ന പേരാണ് കാർട്ടോഗ്രാഫർ. There are such important questions for you. So first question, map making has reached the present stage after passing through various stages of development. List out them. വിവിധ സ്റ്റേജസിലൂടെ അതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഫലമായിട്ടാണ് മാപ്പ് മേക്കിംഗ്, ഭൂപട നിർമ്മാണം ഇന്ന് കാണുന്ന രീതിയിലോട്ട് പുരോഗതി പ്രാപിച്ചിട്ടുള്ളത്. അപ്പം ഏതൊക്കെയാണ് ആ സ്റ്റേജസ് എന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ ഹിസ്റ്ററി ഓഫ് മാപ്പ് പഠിച്ചിട്ടുണ്ട്, അതിൽ 6 സ്റ്റേജസും പഠിച്ചിട്ടുണ്ട്.
So first stage is Mesopotamian map, second stage map prepared by Anaximander, third stage map prepared by Hipparchus, fourth stage map prepared by Ptolemy, fifth stage map prepared by Mercator, sixth stage map prepared by Ortelius. Another question, which is the oldest map of the world? ലോകത്തിലെ ഏറ്റവും പുരാതനമായ അല്ലെങ്കിൽ ഏറ്റവും പഴക്കമുള്ള ഭൂപടം ഏതാണ്? ആൻസർ മെസപ്പൊട്ടോമിയൻ മാപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു മെയ്ഡ് ദ ഫസ്റ്റ് മാപ്പ് ഇൻ ദി വേൾഡ്? ലോകത്തിൽ ആദ്യമായിട്ട് ഭൂപടം നിർമ്മിച്ചത് ആരാണ്? അനാക്സിമാൻഡർ ഈസ് ആൻസർ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ കാർട്ടോഗ്രഫി? ആധുനിക ഭൂപട നിർമ്മാണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ മെർക്കാറ്റർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് എ കാർട്ടോഗ്രാഫർ? കാർട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ആരാണ്? സോ ആൻസർ, വൺ ഹു പ്രിപ്പയേഴ്സ് മാപ്സ് ഈസ് നോൺ ആസ് കാർട്ടോഗ്രാഫർ. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തി ആരാണോ അവരെയാണ് കാർട്ടോഗ്രാഫർ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കാർട്ടോഗ്രഫി? എന്താണ് ഭൂപട ശാസ്ത്രം? കാർട്ടോഗ്രഫി ഈസ് ദ സയൻസ് ഓഫ് മാപ്പ് മേക്കിംഗ്. ഭൂപടങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രഫി, അതായത് ഭൂപടശാസ്ത്രം. സബ്സ്ക്രൈബ് മൈ ചാനൽ, പ്രസ് ബെൽ ഐക്കൺ ഫോർ ന്യൂ നോട്ടിഫിക്കേഷൻസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.